ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂ എക്കണോമിക് പോളിസി 1991 LPG ആൻഡ് അപ്രൈസൽ. 1991 ഒരു അസാധാരണ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തി. വിദേശ വായ്പയുടെ പലിശ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ കേന്ദ്ര ഗവൺമെന്റ് ബുദ്ധിമുട്ടി. സാമ്പത്തിക പരിഷ്കാരങ്ങൾ പശ്ചാത്തലം: ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധവും മൂലം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചു കയറി. ഗൾഫ് നാടുകളിൽ പണിയെടുക്കുന്നവരിലൂടെയും കയറ്റുമതിയിലൂടെയും ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം നിലച്ചു. വിദേശ നാണയ കരുതൽ ശേഖരം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് $100 കോടി താഴെയാകുവാൻ ഇടയാക്കി. രണ്ടാഴ്ചത്തെ ഇറക്കുമതി ഇറക്കുമതിക്ക് പോലും തികയുമായിരുന്നില്ല. രാഷ്ട്രീയ അസ്ഥിരതകൾ മൂലം വിദേശ മൂലധനം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. അടവ് ശിഷ്ടം ബാങ്ക്സ് ഓഫ് പേയ്മെന്റ് BOP അധികമായതിനാൽ രൂപയ്ക്ക് വിലയിടിഞ്ഞു. രൂപയുടെ വിലയിടിവ് മൂലം NRI നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടു. അന്താരാഷ്ട്ര വാണിജ്യ ബാങ്കുകൾ വായ്പ നിഷേധിച്ചു. ഫിസ്കൽ കമ്മി ഉയർന്നു. BOPയെ അതിജീവിക്കാൻ കരുതൽ സ്റ്റോക്കിലുണ്ടായിരുന്ന സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പണയപ്പെടുത്തി. അസുഖകരമായ ഈ അവസ്ഥ തരണം ചെയ്യുന്നതിനായി ഇന്ത്യ ലോക ബാങ്കിനെയും വേൾഡ് ബാങ്ക് ഓർ IBRD അന്താരാഷ്ട്ര നാണയ നിധിയെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFനെയും സമീപിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണം നടപ്പാക്കണം എന്ന ഉപാധിയോടെ അവർ $700 കോടി വായ്പ അനുവദിച്ചു. സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുക, സ്വകാര്യ മേഖലയിലുള്ള നിയന്ത്രണം നീക്കുക, വാണിജ്യ നിയന്ത്രണം നീക്കുക, സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക തുടങ്ങിയവരായിരുന്നു അവർ മുന്നോട്ട് വെച്ച ഉപാധികൾ. ഇവ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി NEP ഇന്ത്യ രൂപം കൊടുത്തു. ഇത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം അഥവാ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നറിയപ്പെടുന്നു. പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് 2 തരം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 1. സുസ്ഥിരവൽക്കരണ നടപടികൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. 2. ഘടനാപരമായ ക്രമീകരണ നടപടികൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം SAP. വിദേശ നാണ്യ പ്രതിസന്ധി, പണപ്പെരുപ്പം, ഫിസ്കൽ കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കാനുള്ള ഹ്രസ്വകാല നടപടികളാണ് ഷോർട്ട് ടേം മെഷേഴ്സ് സുസ്ഥിര വൽക്കരണ നടപടികൾ. ഘടനാപരമായ ക്രമീകരണ നടപടികൾ അഥവാ SAP എന്നത് വ്യവസായ നയം, തൊഴിൽ നയം, വ്യാപാര നയം തുടങ്ങിയവയിൽ മാറ്റങ്ങൾ വരുത്തി സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ദീർഘകാല നടപടികൾ ആണ്, ലോങ് ടേം മെഷേഴ്സ് ആണ്. ഉദാരവൽക്കരണം ലിബറലൈസേഷൻ അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്ന് വ്യവസായങ്ങളെ മോചിപ്പിക്കുന്നതാണ് ഉദാരവൽക്കരണം. 1991 മുമ്പ് വ്യവസായങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ലൈസൻസിംഗ് സമ്പ്രദായം വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ അമിതമായ ഗവൺമെന്റ് ഇടപെടലുകൾ വരുത്തിവെച്ചു. ഇത് ലൈസൻസ് പെർമിറ്റ് രാജിന് ഇടയാക്കി. സമ്പദ് വ്യവസ്ഥയിലെ അഴിമതി, ചുവപ്പ് നാട, അനാവശ്യമായ കാലതാമസം, കാര്യക്ഷമതാക്കുറവ് മുതലായവ ലഘൂകരിക്കുക എന്നതായിരുന്നു ഉദാരവൽക്കരണത്തിന്റെ ലക്ഷ്യം. വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ: 1. ലൈസൻസിംഗ് നിർത്തലാക്കി. മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെ പൊതുമേഖലയുടെ സങ്കോചം. പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ചെറുകിട വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം നിർത്തലാക്കി. കുത്തക നിയമവും വിദേശ നാണ്യ നിയമവും ഭേദഗതി ചെയ്തു. മൂലധന വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ: ധനകാര്യ സ്ഥാപനങ്ങളുടെ മേലുള്ള RBIയുടെ നിയന്ത്രണം കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. RBIയുടെ സ്ഥാനം ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്നതിൽ നിന്നും ധനകാര്യ മേഖലയുടെ സഹായകനായി മാറി. ബാങ്കിംഗ് മേഖല സ്വകാര്യ മേഖലയ്ക്കായി തുറന്നു നൽകി. പുത്തൻ തലമുറ ബാങ്കുകൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുമതി നൽകി. ബാങ്കുകളുടെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തി. RBIയോട് ആലോചിക്കാതെ തന്നെ പുതിയ ബ്രാഞ്ച് തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകി. നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ നിരക്കിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം RBI പിൻവലിച്ചു. മെർച്ചന്റ് ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകി. അടുത്തത് നികുതി പരിഷ്കാരങ്ങൾ.
1991 മുമ്പ് നികുതി നിരക്ക് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നികുതി വെട്ടിപ്പും വ്യാപകമായിരുന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ നികുതി ഘടന ലളിതവൽക്കരിക്കുകയും നികുതി നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട നികുതി പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതി കുറച്ചു, കമ്പനി നികുതി കുറച്ചു, എക്സൈസ് ഡ്യൂട്ടി കുറച്ചു, കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു, നികുതി നടപടികൾ ലളിതവൽക്കരിച്ചു. അടുത്തത് വിദേശ നാണയ പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചു. വിദേശ വിനിമയ നിരക്ക് നിർണ്ണയിക്കാനുള്ള അവകാശം വിപണിക്ക് നൽകി. അടുത്തത് വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഉള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ നീക്കി. ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു. ഇറക്കുമതി ലൈസൻസിംഗ് നിർത്തലാക്കി. നെക്സ്റ്റ് സ്വകാര്യവൽക്കരണം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ പങ്കാളിത്തം കുറയ്ക്കുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് കമ്പനികളെ രണ്ടു രീതിയിലാണ് സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. രണ്ടാമത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അടുത്തത് അപനിക്ഷേപത്തിന്റെ ലക്ഷ്യങ്ങൾ. സാമ്പത്തിക അച്ചടക്കവും ആധുനികവൽക്കരണവും കൊണ്ടുവരിക, കമ്പനികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഗവൺമെന്റ് റവന്യൂ വർദ്ധിപ്പിക്കുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക. ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മാനേജ്മെന്റ് സംബന്ധമായ തീരുമാനമെടുക്കാൻ സ്വയം ഭരണാധികാരം നൽകി. ഉദാഹരണത്തിന് ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിങ്ങനെ പ്രത്യേക പദവികൾ നൽകുകയുണ്ടായി. ഒന്ന്, മഹാരത്ന കമ്പനികൾ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് മഹാരത്ന കമ്പനികൾ. രണ്ടാമത്തത് നവരത്ന കമ്പനികൾ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. മൂന്നാമത്തത് മിനി രത്ന കമ്പനികൾ. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവയൊക്കെ മിനി രത്ന കമ്പനികളാണ്. അടുത്തത് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. സാമ്പത്തികവും സാമൂഹികവും ഭൂമിശാസ്ത്രവുപരമായ അതിരുകളില്ലാത്ത പ്രവർത്തന ശൃംഖലകൾ സൃഷ്ടിക്കലാണ് ഇതിലുള്ളത്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി പുറം രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഓളങ്ങൾ നമ്മുടെ രാജ്യത്തേക്കും എത്തിച്ചേരുന്നു. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണിക്കരാർ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്തു നിന്ന് തന്നെ സ്വീകരിച്ചിരുന്ന സേവനങ്ങൾ ഇപ്പോൾ പുറത്തു നിന്നും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതിനെയാണ് BPO എന്ന് പറയുന്നത്. വികസിത രാജ്യങ്ങളിലെ കമ്പനികൾ ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വളരെയധികം സേവനങ്ങൾ ഇപ്രകാരം വാങ്ങുന്നുണ്ട്. മികച്ച സാങ്കേതിക മേന്മയും അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യക്കുണ്ട്. കുറഞ്ഞ വേതന നിരക്കിൽ വിദഗ്ധ തൊഴിലാളികളുടെ സേവനം ഇന്ത്യയിൽ ലഭ്യമാണ്. ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, GATT എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 ആണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. GATT ഫുൾ ഫോം എന്താണ്? ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. WTOയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, സേവന മേഖലയെ ഉൾപ്പെടുത്തി വ്യാപാര രംഗം വിപുലീകരിക്കുക, ആഗോള വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ശ്രമിക്കുക. അടുത്തത് ജോബ്ലെസ് ഗ്രോത്ത് ആണ്. സാമ്പത്തിക പരിഷ്കരണത്തിന്റെ കാലഘട്ടത്തിൽ GDPയിൽ കാര്യമായ വളർച്ച നേടിയെങ്കിലും ഇത് രാജ്യത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ല. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.